ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ, കൊറിയ, അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ് വൊളാറ്റിലിറ്റിയോട് കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500 ഇൻഡെക്സുകൾ റെക്കോർഡ് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഇൻഡെക്സ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആൽഫബറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.89 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതേസമയം ആപ്പിൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ iPhone 17 ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒന്നും തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പ്രൊഡക്റ്റിന് ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആപ്പിൾ സ്റ്റോക്ക് പ്രൈസിൽ ഇന്നലെ കണ്ടത്. മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നാണ് അമേരിക്കയിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്. നാളെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത്. ഇന്നലെ അമേരിക്കയിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ഫെഡറൽ ജഡ്ജ് ട്രംപിന് US ഫെഡ് ഗവർണറെ മാറ്റാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കില്ല എന്ന തരത്തിലുള്ള ജഡ്ജ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് 2 കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനോട് 100% താരിഫ് ഇന്ത്യയുടെ മേലും ചൈനയുടെ മേലും ഇമ്പോസ് ചെയ്യാനാണ്. അതേസമയം മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയും US ആയിട്ടുള്ള ട്രേഡ് ഡിസ്കഷൻ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഡിസ്കഷൻ ആരംഭിച്ച് സെറ്റിൽ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മോഡി അദ്ദേഹത്തിൻ്റെ ഗുഡ് ഫ്രണ്ടാണെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇസ്രായേൽ ആദ്യമായിട്ടൊരു മിഡിൽ ഈസ്റ്റ് കൺട്രിയുടെ ഉള്ളിൽ കയറി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഹമാസ് ഭീകരരെ തുരത്താൻ വേണ്ടിയുള്ള ഒരു അറ്റാക്കായിരുന്നു. പക്ഷേ പൊതുവെ എല്ലാവരും ഇതിനെ അപലപിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നാണ് വരാൻ പോകുന്നത്. ഇനി നമ്മൾ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $3,669 പെർ ഔൺസ് ആയിരുന്നു സ്പോട്ട് ഗോൾഡ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് ആണ് ട്രേഡ് ചെയ്യുന്നത്. $3,638 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ സിൽവറും ഇന്നലെ പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $41.51 പെർ ഔൺസ് ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $40.95 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള അയൺ ഓർ ഫ്യൂച്ചേഴ്സ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ചൈനയിലെ കഴിഞ്ഞ മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഒക്ടോബർ 2022 ശേഷമുള്ള കണ്ടിന്യൂസ് ഫാള് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എന്നിരുന്നാലും മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഡാറ്റയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചൈനയിലെ എക്കണോമിക് ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് റിയാക്ഷനാണ് മെറ്റൽ സ്റ്റോക്കുകളിൽ നിന്ന് മോർണിംഗിൽ കാണുന്നത്. പ്രത്യേകിച്ച് അയൺ ഓർ ഫ്യൂച്ചേഴ്സിലൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യയിൽ NMDC പോലുള്ള ഓഹരികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ളൊരു ബയാസാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. JP പവർ വെഞ്ചറിൽ ICICI ബാങ്കിൻ്റെ കയ്യിലുള്ള കമ്പൽസറിലി കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് കോട്ടക് ഓൾട്ടർനേറ്റീവ് അസറ്റ് ബിഡ് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ 3600 കോടി രൂപയുടെ ഡെറ്റും അവർ അക്വയർ ചെയ്യുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്തേക്കാം. വേദാന്തയ്ക്ക് JP പവർ വെഞ്ചർ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. JP പവർ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട് ലോങ് റണ്ണിൽ. വിക്രം സോളാർ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത സോളാർ റിലേറ്റഡ് കമ്പനിയാണ്. Q1 റിസൾട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. എക്സലൻറ്റ് റിസൾട്ടാണ്. പോസിറ്റീവ് റിയാക്ഷൻ സ്റ്റോക്കിൽ കണ്ടേക്കാം. ക്യൂപിഡ് ക്വാണ്ടംസ്
സൗദി അറേബ്യ ബേസ്ഡ് ഫ്രാഗ്രൻസ് കമ്പനിയെ അക്വയർ ചെയ്യാൻ പോവാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. മമത മിഷനറി സെക്കൻഡ് എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് UAE നിന്ന്. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സിനെ ബാന്ദ്രയിൽ അൾട്രാ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനുള്ള ലക്ഷറി പ്രൊജക്റ്റിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലക്ഷറി സെഗ്മെൻറ്റിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. പോസിറ്റീവാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ 415 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഫണ്ടുകൾ കൂടുതൽ ബൈ ചെയ്തിട്ടുള്ള വോൾട്രാം ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഇന്നും കണ്ടേക്കാം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ ബയേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. 2050.46 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 83.08 crore rupees വർത്ത് സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നലെ ബയേഴ്സാണ്. ഇന്ന് 3 IPOs ഓപ്പൺ ആവുന്നുണ്ട്. മെയിൻ ബോർഡിൽ ഓപ്പൺ ആവുന്ന അർബൻ കമ്പനി ലിമിറ്റഡ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. 103 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. മറ്റൊരു IPO ശൃംഗാർ ഹൗസ് ഓഫ് മംഗൾസൂത്രയാണ്. ജുവലറി റിലേറ്റഡ് കമ്പനിയാണ്. ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ക്ലോസ് ചെയ്യുന്നത് 12-ാം തീയതിയാണ്. മറ്റൊരു IPO ദേവ് ആക്സിലറേറ്റർ ആണ്. കോവർക്കിംഗ് സ്പേസ് ഓഫീസ് സ്പേസ് റിലേറ്റഡ് കമ്പനിയാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 12-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഈ 3 IPOസും മെയിൻ ബോർഡ് IPOs ആണ്. റിസ്ക് എടുത്ത് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന IPO ആണ്. ലിസ്റ്റിംഗ് കേൾക്കേണ്ട സാധ്യതയുണ്ട്. ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള BSE SMEയിലുള്ള കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും നല്ലൊരു IPO ആണ്. SMEയിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPO ആണ്. അപ്പോൾ IPOs അപ്ലൈ ആവുന്ന 4 IPOs ഇന്ന് മാർക്കറ്റിലുണ്ട്. IPO മാർക്കറ്റിലും നല്ല രീതിയിലുള്ള ആക്ടിവിറ്റി തന്നെയാണ് നടക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പൊതുവെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഗ്രോത്തിനെയാണ്. ഇന്ത്യയിൽ ഈ ആഴ്ചയിൽ ഇനി മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഡാറ്റ വരും. അതോടൊപ്പം തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റയും പുറത്ത് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം ട്രേഡ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന അനൗൺസ്മെൻറ്റുകളൊക്കെയാണ് മാർക്കറ്റിൽ മേജർ ഇവൻറ്റ്സ് ആയിട്ടുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.